നിർവഹിച്ച സുബഹി നിസ്കാരവും പരിശുദ്ധമായ ഖുർആൻ ഖിറാഅത്തുകൾ, അദ്കാറുകൾ, ഈ തഅലീമിന്റെ ക്ലാസ് ഒക്കെ പടച്ച റബ്ബ് സമ്പൂർണ്ണമായി സ്വീകരിച്ച് ജീവിതത്തിൽ എല്ലാവിധ ഖൈറിന്റെ അബ്വാബുകളും പടച്ച റബ്ബ് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. عن أبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ثلاثة كلهم ضامن على الله إن عاش رزق وكفي. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബി ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ്. മൂന്ന് വ്യക്തികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ദുനിയാവിന്റെ ലോകത്ത് മൂന്ന് പ്രവൃത്തികൾ അധികമായി ചെയ്യുന്ന ആളുകളുടെ എല്ലാവിധ കാര്യങ്ങളും പടച്ച റബ്ബ് ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വീണ്ടും പറയുന്നു, അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് മതിയായ ജീവിത വിഭവങ്ങൾ പടച്ച റബ്ബ് തയ്യാറാക്കി കൊടുക്കും. മൂന്ന് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും. ജീവിച്ചിരിക്കുന്ന കാലത്തോളം പടച്ച റബ്ബ് മതിയായ ജീവിത വിഭവങ്ങൾ അവനിക്ക് നൽകും. ഇനി അദ്ദേഹം ഈ മൂന്ന് സ്വഭാവങ്ങൾ ഉണ്ടായിരുന്ന ആള് മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്കും കടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ദഖല ബൈതഹു ഫസല്ലമ ഫഹുവ ളാമിനുൻ അലല്ലാഹ്. ഒരാള് തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയുന്നവൻ. സാധാരണ നമ്മൾ ഉസ്താദന്മാരെ കാണുമ്പോൾ അതല്ലെങ്കിൽ നിസ്കരിക്കാനൊക്കെ വരുമ്പോൾ പരസ്പരം ആളുകൾ സലാം പറയാറുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ സലാം പറയാറുണ്ടോ? ചിന്തിക്കണം. നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട് തിരിച്ചിറങ്ങുന്ന സമയത്ത് സലാം പറയാറുണ്ടോ? സലാമിന്റെ മഹത്വം വളരെ വലുതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ സ്വഹാബാക്കളോട് സലാം പറയുന്നതിന്റെ മഹത്വം പറഞ്ഞപ്പോ മദീനത്തെ പള്ളിയിലെ ഓരോ തൂണുകൾ കറങ്ങി വന്നിട്ട് പരസ്പരം സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും പരസ്പരം വന്ന് സലാം പറയുമായിരുന്നു. കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്ന് പറഞ്ഞതിന് ശേഷം സ്വഹാബാക്കൾ ഓരോ തൂണും കറങ്ങി വന്നിട്ട് കണ്ടുമുട്ടപ്പടി സലാം പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വഅലൈക്കും അസ്സലാം സലാം മടക്കി 10 എന്ന് പറഞ്ഞു. വേറൊരു സ്വഹാബി കടന്നു വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നിട്ട് ഹബീബ് തങ്ങൾ പറഞ്ഞു 20. വേറൊരു സഹാബി കടന്നു വന്നപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു 30. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ 10, 20, 30? അത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ആളിന് 10 നന്മ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ ആളിന് 20 നന്മ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്ന ആളിന് 30 നന്മ. അപ്പൊ സലാമിന്റെ പരിപൂർണമായ രൂപം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരിച്ചു മടക്കാനുള്ളത് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. സലാം പറയുന്നത് ആരാണോ അധികരിപ്പിക്കുന്നത് അത് വീട്ടിലുള്ളവരോട്, സഹപ്രവർത്തകരോട്, നാട്ടിലുള്ളവരോട്, ആരോടായാലും സലാം പറയുന്നവൻ്റെതാകുന്നതായ കാര്യങ്ങൾ പടച്ച റബ്ബ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. ജീവിക്കുകയാണെങ്കിൽ ജീവിത വിഭവങ്ങൾ അല്ലാഹു തുറന്നു നൽകും. അദ്ദേഹം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വമൻ ഖറജ ഇലൽ മസ്ജിദി ഫഹുവ ളാമിനുൻ അലല്ലാഹ്. ആരാണോ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് അവന്റെ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ചില ആളുകൾ പറയും പള്ളി പോയാലേ നിസ്കരിക്കാൻ കഴിയോളാം, വീട്ടിൽ നിസ്കരിച്ചൂടെ? ഞാൻ വീട്ടിൽ നിസ്കരിക്കുന്നവരാണ്, നിസ്കരിക്കാം. പുരുഷന്മാർക്ക് പള്ളിയാണ് ഉത്തമം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആരാണോ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് പടച്ച റബ്ബ് റിസ്ക് വിശാലമാക്കി കൊടുക്കും, മരണപ്പെട്ടാൽ സ്വർഗം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിവിന്റെ പരമാവധി ജമാഅത്തുകൾ പള്ളിയിൽ വന്ന് തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും. മൂന്നാമത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വമൻ ഖറജ ഫീ സബീലില്ലാഹി ഫഹുവ ളാമിനുൻ അലല്ലാഹ്. വിശദീകരണം പറയുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് പടച്ച റബ്ബുമായി അല്ലാഹുവിന്റെ ഇൽമിയായ സദസ്സുകളിൽ ബന്ധപ്പെടൽ, പടച്ച റബ്ബിൻ്റെതാകുന്നതായ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചിലവഴിക്കൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ആരാണോ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് പ്രവൃത്തികൾ, സലാം പറയുന്ന പ്രവൃത്തി, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നതിന്റെ പ്രവൃത്തി, പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിൻ്റെതാകുന്നതായ കാര്യം. ഈ മൂന്ന് കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവരുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് മതിയായ ജീവിത വിഭവങ്ങൾ നൽകുമെന്നും മരണപ്പെട്ടു പോയാൽ അവർക്ക് സ്വർഗം നൽകുമെന്നും നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ളതായ അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു നിസ്സാരമായ അമലുകൾ നിസ്സാരവൽക്കരിക്കുമ്പോൾ വലിയ ശിക്ഷയാണ്. നിസ്സാരമായ അമലുകളിലൂടെ നമുക്ക് സ്വർഗപ്രവേശനം നേടാൻ കഴിയും. അങ്ങനെ നേടിയ ഒരുപാട് മഹത്തുക്കളുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്ത് ഉണ്ടാകണമെന്നില്ല. ഹജ്ജ് ചെയ്യാത്തവർ നരകത്തിൽ പോകണം അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. അത് സാമ്പത്തികമായും ശാരീരികമായും വഴിയാലും കഴിവുള്ളവർക്കാണ് ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. ഉംറയും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അമൽ ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സം ഉണ്ടാവും? ഇല്ല. ഒരേ ഒരു തടസ്സം പിശാചിന്റെ തടസ്സം ഉണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ അമലുകളിലൂടെ നമുക്ക് പടച്ച റബ്ബുമായി ചേർന്ന് നിൽക്കാൻ കഴിയും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കൊക്കെയും പടച്ച റബ്ബ് പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്യുന്നതായ മുഴുവൻ അമലുകളും സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ളതായ ജീവിതം പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്ന നിലയിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.